Hello everyone, welcome to our channel. Today I have a great topic for you, that is a super strategy to approach your reading part B and C. നമുക്കറിയാം റീഡിംഗ് സബ് ടെസ്റ്റിൽ തന്നെ പാർട്ട് സി എന്ന് പറയുന്നത് സോ ചലഞ്ചിങ് ആണ് അല്ലേ, ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് സിനോണിംസ്, പാരഫ്രൈസിങ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ഓപ്ഷൻസ് അല്ലേ. സോ നമുക്കങ്ങനെ റീഡിംഗ് പാർട്ട് ബിയും സിയും അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിൽ ഗിവൺ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു വേ ഓഫ് അപ്രോച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ടോപ്പിക് ടുഡേ. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റീഡിംഗ് പാർട്ട് ബിയും സിയും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യൻ thoroughly and second is understand your options. Okay, so first coming to understand your questions thoroughly. ഓക്കെ, നമുക്ക് എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനെ തറോ ആയിട്ട് മനസ്സിലാക്കാം. സോ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ഡു എ critical reading on your question and make a thorough understanding with each and every words, phrases given in your question. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് ചെയ്യുക. ക്രിട്ടിക്കൽ റീഡിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ്സും ഫ്രേസസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതൊരു ഗിസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണോ. ഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന പാരഗ്രാഫിൽ ഓവറോൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അതായിരിക്കാം ഒരു ഗിസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു റിസർച്ച് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനോ സജഷൻ ബേസ്ഡ് ആണോ, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്താണ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്ത് ആൻസർ, വാട്ട് വിൽ ബി ദ ആൻസർ, എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുകൂടി ഒന്ന് ചിന്തിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഡു ക്രിട്ടിക്കൽ റീഡിംഗ് ഓൺ യുവർ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ആൻഡ് അണ്ടർലൈൻ യുവർ കീ വേർഡ് ഓർ ക്ലൂ വേർഡ്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി അല്ലേ, നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു അതിൻ്റെ മീനിങ്. അപ്പോൾ ഇനി നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള കീവേഡോ അല്ലെങ്കിൽ ക്ലൂ വേർഡായിട്ടോ നിങ്ങൾക്ക് തോന്നുന്ന വേർഡിനെ അണ്ടർലൈൻ ചെയ്യുക. ഇനി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ ആ ക്വസ്റ്റിനെ നന്നായിട്ടൊന്ന് വായിക്കുക. എന്തിനാണ് ഇങ്ങനെ വായിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ റീഡിങ്ങിലെ സ്കിമ്മിങ് അല്ലെങ്കിൽ സ്കാനിങ് ടെക്നിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കീവേഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മൾ ആ ഒരു പാരഗ്രാഫിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ കീവേഡ് എവിടെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പെട്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ കീവേഡിനോടോ അല്ലെങ്കിൽ ആ ഒരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയുള്ള വേർഡിനോടോ റിലേറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസസ് ആദ്യം തന്നെ വായിച്ച് മനസ്സിലാക്കുക. മേ ബി അവിടെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഇതുവഴി നമുക്ക് ഒരു എഫക്റ്റീവായ രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം കീവേഡ് ചേർത്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കിമ്മിങ്, സ്കാനിങ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമതായിട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട കാര്യം. ഇനി അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യനിൽ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈ ടു പ്രെഡിക്റ്റ് യുവർ ആൻസർ വിതൗട്ട് ലുക്കിംഗ് അറ്റ് യുവർ ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങളുടെ കീവേഡ് അണ്ടർലൈൻ ചെയ്തു അല്ലേ, 2 കാര്യം നിങ്ങൾ ചെയ്തു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു പ്രെഡിക്റ്റ് യുവർ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിൽ നിന്ന് എന്തായിരിക്കും ആൻസർ എന്ന് നിങ്ങൾ തന്നെ മൈൻഡിൽ ഒരു ആൻസറിനെ പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങൾ ആ ആൻസറിനെ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓപ്ഷൻസും കാര്യങ്ങളിലേക്കും പോവുക. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യൻ എന്ന ടാസ്കിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഡു ക്രിട്ടിക്കൽ റീഡിംഗ് ഓൺ യുവർ ക്വസ്റ്റ്യൻ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് അണ്ടർലൈൻ യുവർ കീവേഡ്, ആൻഡ് തേർഡ് വൺ ഇസ് ട്രൈ ടു പ്രെഡിക്റ്റ് യുവർ ആൻസർ. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡ് യുവർ ക്വസ്റ്റ്യൻ എന്ന ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് ടാസ്ക് ഇസ് അണ്ടർസ്റ്റാൻഡ് യുവർ ഓപ്ഷൻ. ഇനി നമ്മൾ ആ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഇനി ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും 3 കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ ഇസ് റീഡ് ഓൾ ഓഫ് യുവർ ആൻസേഴ്സ് ടുഗദർ അറ്റ് വൺസ് ആൻഡ് ഡു എ ഫോക്കസ് റീഡിങ്. ഓക്കെ,
അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്ഷനിലേക്ക് പോവാണ്. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എല്ലാ ഓപ്ഷൻസും സൂപ്പർഫിഷ്യലായിട്ട് പെട്ടെന്നൊന്ന് വായിക്കുക. അതാണ് റീഡ് ഓൾ യുവർ ആൻസേഴ്സ് ടുഗെദർ അറ്റ് വൺസ്. ഓക്കെ, ഒരു പ്രാവശ്യം നിങ്ങളുടെ എല്ലാ ആൻസേഴ്സും ഒന്ന് സൂപ്പർഫിഷ്യലായിട്ട് വായിക്കുക. അതിനുശേഷം ഡു എ ഫോക്കസ് റീഡിങ് വിത്ത് ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻസ്. ആദ്യം നിങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഓരോ ഓപ്ഷനിലേക്കും പോയിട്ട് ഓരോ ചോയ്സിലേക്കും പോയിട്ട് അതിനെ ഒരു ഫോക്കസ് റീഡിങ് കൊടുക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓരോ വേർഡും ഫ്രേസും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ഓപ്ഷൻ എന്താണ് എന്നതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ആ മീനിങ് മനസ്സിലാക്കി എടുക്കാതെ ഒരിക്കലും നമുക്ക് ആ ഒരു കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു മീനിങ് ഓരോന്നും വായിച്ച് മീനിങ് മനസ്സിലാക്കുക. ഇനി ഓപ്ഷൻസ് വരുമ്പോഴുള്ള ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓപ്ഷൻസിൽ ഒരെണ്ണം മാത്രമായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. ബാക്കി 2 അല്ലെങ്കിൽ 3 തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കറക്റ്റ് ആൻസറിന് ഒപ്പോസ് ചെയ്യുന്ന ആൻസർ കാണും, നമ്മുടെ കറക്റ്റ് ആൻസറിനോട് ഒരു ബന്ധവുമില്ലാത്ത ആൻസറും കാണും അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വേണം നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഓപ്ഷനും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ ഓപ്ഷനും നന്നായിട്ട് ഫോക്കസ് റീഡിങ് കൊടുത്ത് ഓപ്ഷനിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഈസ് eliminate your distracting answer, okay, or answers. How to eliminate your distracting answers? Distracting answers എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ആൻസർ മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. മറ്റേത് രണ്ടും ഒന്നുകിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷനോട് ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായി ഒരു റിലേഷനും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് ഡിസ്ട്രാക്റ്റിംഗ് ആൻസേഴ്സിനെ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നിങ്ങളുടെ ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് എലിമിനേറ്റ് യുവർ ഡിസ്ട്രാക്റ്റിംഗ് ആൻസേഴ്സ്. എങ്ങനെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും? അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം കീവേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളൊരു ആൻസർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എങ്ങനെയുള്ള ആൻസർ ആണെന്നും ക്വസ്റ്റ്യൻ എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും എല്ലാം മനസ്സിലാക്കി അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന കീവേഡായിട്ടും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ആൻസറായിട്ടും അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് ആയിട്ടും മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ കീവേഡായിട്ടും അതുപോലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ആൻസറായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് ആയിട്ടും ഈ 3 കാര്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതൊക്കെയും ഡിസ്ട്രാക്റ്റിംഗ് ആൻസേഴ്സ് ആയിരിക്കും. അതിനെ നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് വേ യു ഹാവ് ടു എലിമിനേറ്റ് യുവർ റോങ് ആൻസേഴ്സ്. ദെൻ ഇനി നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ആൻസർ എല്ലാം വിട്ട് കളഞ്ഞു അല്ലേ. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഓപ്ഷനും വായിച്ച് ഫോക്കസ് റീഡിങ് ചെയ്ത് വേണം വായിച്ച് മനസ്സിലാക്കാൻ. ഓക്കെ, വായിച്ച് മനസ്സിലാക്കിയിട്ട് വീണ്ടും നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക. നിങ്ങളുടെ കീവേഡുമായിട്ടും നിങ്ങളുടെ പ്രഡിക്റ്റഡ് ആൻസറായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ് ആയിട്ടും ഈ ഒരു ഓപ്ഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ആദ്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ആൻസറാണ്. സോ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, സോ അതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം. ഇനി അണ്ടർസ്റ്റാൻഡ് യുവർ ഓപ്ഷനിലെ മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചൂസ് യുവർ കറക്റ്റ് ആൻസർ ആൻഡ് ബബിൾ ദാറ്റ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ആൻസർ നിങ്ങൾ ഫൈനലൈസ് ചെയ്തു, എന്നിട്ട് അതിനെ ബബിൾ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് യുവർ തേർഡ് സ്റ്റെപ്പ് അണ്ടർസ്റ്റാൻഡ് യുവർ ഓപ്ഷൻസ്. ഓക്കെ, സോ ഈ ഒരു വേയിൽ നമ്മൾ ഒന്നുകൂടി ഈ ഒരു ബി പാർട്ടും സി പാർട്ടിലൊക്കെ ഈ ഒരു വേയിലൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെയും എബിലിറ്റി നമ്മുടെ ഹാർഡ് വർക്കും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. ബട്ട് നിങ്ങൾ ഈ ഒരു വേയിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെയും ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ദിസ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു. So today we discuss how to approach B part and C part for our reading subtest. I hope this video useful for you, and thank you so much for watching my video. See you in another video session.